അമ്മ ഇവിടെ സ്തോത്രഗീതം ആലപിക്കുന്നു. ഇത് ഒരേ സമയം ഒരു ദൈവാനുഭവത്തിന്റെ അടയാളവും ഒപ്പം ആയുധവുമാണ് എന്ന് പറയാനാണ് എൻ്റെ ഉള്ളിൽ പ്രേരണ കിട്ടുന്നത്. അടയാളം എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തിരിയും. എന്താ അടയാളം? ഇത് എലിസബത്ത്, ഇളയമ്മ എലിസബത്ത് പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാണ്ട് ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് ഈ ഇളയമ്മ ഇങ്ങനെ ഏറ്റുപറയുന്നു. അപ്പോഴത് മറിയത്തിന് അടയാളമായിട്ട് ഭവിച്ചു. കാരണം ഗബ്രിയേൽ മാലാഖ അടയാളം പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധൻ നിന്നെ ജനിക്കും, അത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, നീ പറഞ്ഞ പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞു. അപ്പൊ ദൂതനുടെ അടയാളം പറഞ്ഞു, ഇത് ഞാനിപ്പോൾ പറഞ്ഞു പോവുകയാണ്, പിന്നെ നിനക്ക് ഇതിപ്പോൾ തെളിവൊന്നുമില്ല, രേഖയൊന്നുമില്ല, കടലാസ് ഒന്നുമില്ല, ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഞാനീ പറഞ്ഞ റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു അടയാളം നിനക്ക് ബാഹ്യമായിട്ട് ഒന്ന് വേരിഫൈ ചെയ്യാൻ പറയുകയാണ്. നിന്റെ ഇളയമ്മയായ എലിസബത്ത് വൃദ്ധയാണല്ലോ, വന്ധ്യയാണല്ലോ, അവൾക്കിത് 6-ാം മാസമാണ്. 6-ാം മാസം ദൂതൻ പറഞ്ഞു. അപ്പൊ മറിയത്തിന് ആകാംക്ഷയാണ്, 6-ാം മാസമായോ ഇളയമ്മയ്ക്ക് കുഞ്ഞില്ലാതിരുന്നിട്ട് വാർദ്ധക്യത്തിന്? അന്ന് ഫോണില്ല, കത്തില്ല, ഒന്നുമില്ല, ചെന്ന് അന്വേഷിക്കണം. അപ്പൊ തിടുക്കത്തിൽ പോവുകയാണ്. തിടുക്കത്തിന്റെ കാരണം ഈ ശുശ്രൂഷ ചെയ്യാനുള്ള ആവേശം മാത്രമല്ല, മറിയത്തിന് തൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്. ഈ ദർശനം കിട്ടിയത് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം ദർശനം ചുമ്മാ തോന്നലാണോ, തൻ്റെ എന്തെങ്കിലും മിഥ്യാസങ്കല്പമാണോ, വികല്പമാണോ, സത്യമാണോ, താൻ ഗർഭിണി ആകുവോ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ജോസഫിന് ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല, ഇതൊക്കെ ഒന്ന് ഉറപ്പാക്കാനുള്ള ഏക മാർഗം ഇളയമ്മയെ കാണുന്നുള്ളതാണ്. ഇളയമ്മയെ ഒന്ന് കണ്ടിട്ട് ഗർഭിണിയാണോ അല്ലയോ, 6 മാസമാണോ അല്ലയോ, ആണെങ്കിൽ താനുമാണ് ഗർഭം ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിലോ തന്നെപ്പറ്റി പറഞ്ഞ കാര്യം ചുമ്മാ വിശ്വസിക്കേണ്ട തോന്നൽ ഏതാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തിടുക്കത്തിൽ മറിയം പോകുന്നത്. ചെന്ന് കയറി അപ്പോഴിതാ അവരിങ്ങോട്ട് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ. ചെന്ന് കയറിയപ്പോഴേ കണ്ടു ഇളയമ്മ ഇത് 6 മാസം ഗർഭിണിയാണ്. അപ്പോഴേ മേരിക്ക് മനസ്സിലായി തന്നെ പറഞ്ഞ മാലാഖ പറഞ്ഞ കാര്യം ശരിയാണ്. പിന്നിതാ എലിസബത്ത് തന്നെ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. അപ്പോൾ ഉറപ്പായി. ഇങ്ങനെ ഉറപ്പ് വരുമ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നു, ദൈവാനുഭവം, ദൈവത്തിന് വലിയ അനുഗ്രഹമല്ലേ, ദൈവത്തിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം, എങ്ങനെ സ്തുതിക്കാതിരിക്കും? അതുകൊണ്ട് മറിയത്തിന് സ്തുതിക്കുക എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹം കിട്ടിയതിൻ്റെ അടയാളമായിട്ട് സ്തുതിപ്പ് സ്തോത്രഗീതം ഉയരുന്നു. അങ്ങനെ തന്നെ മറിയം പറയുന്നത്, എൻ്റെ ആത്മാ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്ത രക്ഷകനെ ദൈവത്തെ ആനന്ദിക്കുകയാണ്, അങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ഒരു അടയാളമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ. എന്നാൽ അതേസമയം ഇവിടെ യഥാർത്ഥത്തിൽ സ്തുതിപ്പ് ഒരു ആയുധവും കൂടിയാണ്. എന്തുകൊണ്ടാണ്? ഈ രംഗത്തിന്റെ ഒരു തനിമയിൽ ആ രംഗമെന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. അന്നത്തെ സാഹചര്യത്തില് ഈ 13 വയസ്സുള്ള പെൺകുട്ടി അവള് മനസ്സിലാക്കുകയാണ്, ഞാൻ ഗർഭിണിയായിരിക്കുന്നു, കല്യാണം കഴിച്ചിട്ടില്ല, അപ്പനും അമ്മയും ഇല്ല, ജോസഫുമായിട്ട് വിവാഹിച്ച് നടത്തിയിരിക്കുകയാണ്, കല്യാണം 20 മാസം കഴിയുമ്പോൾ നടത്തണം. ആ അവസ്ഥയിൽ താൻ ഗർഭിണിയായി. അന്നത്തെ കാലത്ത് ഗർഭിണിയായിട്ടൊരു വ്യക്തി മാറിയാൽ ഗർഭചിത്രത്തിനുള്ള മാർഗങ്ങളൊന്നും ഇന്നൊക്കെ തിന്മയുടേതായ അങ്ങനത്തെ ഒരു വലിയൊരു അന്തരീക്ഷം ചുറ്റുപാടുള്ളതിലേക്ക് ഒരുപാട് പേര് എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളൊരു അൺവാണ്ടഡ് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോൾ നമുക്കറിയാം. അന്ന് അങ്ങനെയുള്ള ക്ലിനിക്കും പരിപാടി ഒന്നും ഇല്ല. ഗർഭിണിയായാൽ അത് വളർന്ന് അവൾ പ്രസവിക്കും, അല്ലെങ്കിൽ ആ പ്രസവത്തിലേക്ക് മുമ്പ് ഗർഭിണി അറിയപ്പെടുമ്പോൾ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളത് അവരുടെ വളരെ സുസ്ഥാപിതമായ ഒരു ശൈലിയായിരുന്നു. കല്ലെറിഞ്ഞ് കൊല്ലും, വ്യഭിചാരം ചെയ്തു, ഇനി അവൾ ജീവിക്കാൻ അവകാശമില്ല. ഈശോയുടെ മക്കൾ പോലും വ്യഭിചാരണിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്ന രംഗം നമ്മൾ യോഹന്നായിട്ട് വായിക്കുന്നുണ്ട്. അതങ്ങ് ചെയ്തിരുന്നു, പരസ്യമായിട്ട് എറിഞ്ഞ് കൊന്നിരുന്നു. ആ ഒരു സെമിറ്റിക് പാരമ്പര്യത്തിൽ ഇന്ന് പോലും ചില ഇതിന്റെ പാരമ്പര്യ നാടുകളിൽ വ്യഭിചാരത്തിൽപ്പെട്ട വ്യക്തികളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന രീതികളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒത്തത്തിൽ വായിച്ചിട്ടുണ്ടാവും, ചെയ്യുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തില് താൻ ഗർഭിണിയാണെന്ന് മറിയത്തിന് ഇങ്ങനെ അടയാള സഹിതം ഉറപ്പ് കിട്ടുന്ന നിമിഷം മറിയം ഒരു നിലവിളിയോടുകൂടെ നിലം പതിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്താ? എന്നെ തമ്പുരാനേ, അല്ലെ, ഞാൻ എന്ത് ചെയ്യും? ഇപ്പം എന്നെ കല്ലെറിഞ്ഞ് കൊല്ലും, ഇനി എന്റെ ജീവിതം തീർന്നു. ജോസഫ് ഒന്നും ആരും മനസ്സിലാക്കുകയില്ല. ഈ ചിന്ത എറിഞ്ഞ് കൊല്ലപ്പെടാനുള്ള സാധ്യത തൊട്ട് വേറെ ഒരു ഒഴികഴിവില്ല, പോക്കടവുമില്ല, നാട് വിട്ടു പോകാനൊന്നും പറ്റിയല്ല, അവർക്ക് കൊല്ലപ്പെടുന്നുള്ള ഉറപ്പാണ്. ആ കാര്യം വ്യക്തമായി കിട്ടിയ നിമിഷവും കൂടിയാണിത്.
അപ്പോൾ ഒരു നിലവിളിയായിട്ട് അപ്പോഴെ ബോധം കെട്ട് നിലത്തോട്ട് വീഴേണ്ടത്. ഇളയമ്മിട്ട് ഓടി വരുമ്പോൾ കൊച്ച് ബോധം കെട്ട് നിലത്തോട്ട് മൊത്തം വീഴുന്നു. കൊച്ചിനെ പൊക്കി എടുത്തുകൊണ്ട് ഈ വെള്ളം തെളിക്കുന്നു, വീശുന്നു, എന്നാ പറ്റി കൊച്ചിനെ ഒതുക്കുന്നു, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകേണ്ടത്. അങ്ങനത്തെ ഒരു രംഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അമ്മ എടുത്ത ആയുധമാണ് സ്തുതിപ്പ് എന്ന് ചിന്തിക്കാം. ഇവിടെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്ത രക്ഷകത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ ദാസ്ഥാനമെ കടാക്ഷിച്ചു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, അവിടുത്തെ ആനന്ദിക്കുന്നു. അവിടെ ഞാനിപ്പോൾ കല്യാണം കഴിക്കാതെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരിക്കുന്നു, പക്ഷെ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്നെ നയിക്കും, അതിനെ ആനന്ദിക്കുന്നു. ഇത് പറഞ്ഞ് 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 അങ്ങോട്ട് സ്തുതിക്കുകയാണ്. അങ്ങനെ പറയാതിരുന്നാൽ ഈ ആദികര് വന്നു വരും. ആദികര് വരാതിരിക്കാൻ വേണ്ടി സ്തുതിപ്പിനെ കൊണ്ട് നിറയ്ക്കുകയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, രക്ഷകത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അമ്മ കയറുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, ഈ സ്തുതിപ്പിന്റെ അടയാളവും ആയുധവും നമ്മൾ അമ്മയിൽ കാണുകയാണ്. അമ്മ, നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ദൈവത്തിന്റെ വളരെ നിസ്സഹായമായ, ദയനീയമെന്ന് പറയാവുന്ന ഒരു രംഗമല്ല ഇത്. അപ്പനും അമ്മയും മരിച്ചുപോയി, ആകപ്പാട് തുണയായിട്ട് ഭർത്താവാണ് വരാനുള്ളത്. ആ ഭർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നാട്ടുകാരറിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരു തരത്തിൽ ഒരു പോക്കടവുമില്ല, സഹായമില്ല, ചിന്തിച്ചാൽ വഴിയില്ല, ഭയങ്കര അപകടം മാത്രം. ഇങ്ങനത്തെ ഒരു നിസ്സഹായ അവസ്ഥയിൽ അമ്മ ആ വിഷയം കൈകാര്യം നിന്ന് സ്തുതിച്ചുകൊണ്ടാണ് എന്നുള്ള ഒരു വാസ്തവം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഉണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം.